അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ചധികം കാലമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എക്സാംസും വീട് പണിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കോളേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എണീറ്റപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. പിന്നെ എണീറ്റ് വന്ന് മമ്മിയുടെ പുട്ടും കടലയൊക്കെ കഴിച്ച് പയ്യെ ഞാൻ റെഡിയാവാനായിട്ട് പോയി. കാരണം എനിക്കിന്ന് ഡോക്ടറിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ പല്ല് തേപ്പിൻ്റെ ഗുണം കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിനെ കാണേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിനെ കണ്ടതിന് നമുക്ക് നേരെ കൊറിയർ എടുക്കാനായിട്ട് കസിൻ ചേച്ചിയുടെ വീട്ടിൽ പോകണം. എൻ്റെ കൊറിയേഴ്സൊക്കെ അവിടെയാണ് വരുന്നത്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഈ ക്രോപ്പ് ടോപ്പ് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചതാണ്. ഇപ്പോൾ എൻ്റെ കറൻ്റ്ലി ഫേവാണ്. കാരണം ഇത് തേക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായം മൊത്തം ഇവിടുത്തെ ആൾക്കാർ മൊത്തം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ആ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ശശിയായി ഗൈസ്. പിന്നെ 3:30 അത്രയായി. സമയം 1:30. എന്നാൽ പിന്നെ അടുത്ത പരിപാടി നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നേരെ കസിൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അതിനിടയ്ക്ക് ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ചു. കാരണം നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണമല്ലോ. കൊറിയറൊക്കെ കളക്ട് ചെയ്തതിന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ വീട് പണീനടുത്തേക്ക് പോയി. മെയിനായിട്ട് വീട് പണിയും കാര്യങ്ങളും നോക്കി. പിന്നെ മമ്മിയുടെ ചെടിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. എന്തൊരു വെയിലോ, തലയൊക്കെ വേദന എടുത്തിട്ട് മഴയിനി എന്തെങ്കിലും തിന്നാമെന്ന് വിചാരിച്ച് ഞാൻ ഉച്ചത്തേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പല്ല് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയത്. അങ്ങനെ ക്ലിനിക്കിൽ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം പല്ല് ഡോക്ടറിനെ കണ്ടു പല്ലൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് നേരെ ഒരൊറ്റ ഉറക്കം ഉറങ്ങി ഗൈസ്. കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ എഴുന്നേറ്റ് ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. സോ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ.